യാത്രകൾ തുടരുകയാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണല്ലോ. ഇന്നലെ മിലാനോയിൽ നിന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ വെനീസിലെത്തി. വെനീസിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. വെനീസിലേക്ക് മിലാനോയിൽ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. ഏകദേശം ഒരു 300ഓളം കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ യാത്രയിൽ ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെനീസിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡ്. ലോകത്തിലുള്ള എല്ലാവരെയും അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഐലൻഡ്. ഇതിൻ്റെ മനോഹാരിത ഇതിനെ വ്യത്യസ്തമാക്കുന്നതും തന്നെ 125ഓളം പള്ളികൾ, അതും പടുകൂറ്റൻ പള്ളികൾ, വിശുദ്ധ മാർക്കിൻ്റെ പള്ളികൾ ഉൾപ്പെടെ, മാർക്കോസിൻ്റെ പള്ളികൾ ഉൾപ്പെടെയുള്ള വലിയ വലിയ പള്ളികൾ ഇവിടെ സ്ഥാപിതമാണ്. വിശുദ്ധ മാർക്ക്, സുവിശേഷകനായിട്ടുള്ള വിശുദ്ധ മാർക്ക് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ കൊല്ലപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശവശരീരം വെനീസ് ഐലൻഡിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. വെനീസ് ഐലൻഡിലേക്കുള്ള യാത്രയിൽ രാജാക്കന്മാർ ആ ഒരു ഡെഡ് ബോഡി ഇങ്ങോട്ടുള്ള വരവ് മുടക്കാതിരിക്കുവാൻ വേണ്ടി പന്നിമാംസത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ ഐലൻഡിലേക്ക് വിശുദ്ധ മാർക്കിൻ്റെ ബോഡി കൊണ്ടുവന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളെ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ലോക്കൽ ഗൈഡ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇംഗ്ലീഷ് എഴുത്തുകാരനായിരിക്കുന്ന റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ വാക്കുകളാണ്. Make my Venice a beautiful attraction in the world, and I will take all the tourists to this destination. എനിക്ക് തോന്നുന്നു അതിനു മുന്നേ തന്നെ മൈക്കൽ ആഞ്ചലോ പോലെയുള്ള ഒത്തിരി ആർട്ടിസ്റ്റുമാർ ഇറ്റാലിയൻ മണ്ണിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് ഇറ്റലി മാറുമെന്ന്. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഇവിടെ കാണുവാൻ പറ്റും. ഗോത്തിക് മോഡലിലും മറ്റ് അനേകം മോഡലുകളിലുമുള്ള അതിമനോഹരമായിട്ടുള്ള, ഒന്നിനു പുറകെ മറ്റൊന്നിനെ വെല്ലുന്ന രീതിയിലുള്ള പള്ളികൾ, അതും ഒന്നിൻ്റെ മുന്നിലും പിന്നിലും ബാക്കിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഈ ഒരു സ്ക്രീനിൽ തന്നെ ഇത് വെനീസിലേക്കുള്ള യാത്ര മാത്രമാണ്. വെനീസിലേക്കുള്ള യാത്ര ഏകദേശം 20 മിനിറ്റ് ഉണ്ട്. അതൊരു ബോട്ടിങ്ങിലേക്ക് കയറി ഉള്ള യാത്രയാണ്. ഇതിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് പള്ളികളുടെ സമുച്ചയങ്ങൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. പക്ഷേ ഇറ്റാലിയൻ മണ്ണിൽ ഉൾപ്പെടെയുള്ള എല്ലാ യൂറോപ്യൻ നാടുകളിലും ഞാൻ കണ്ടുവരുന്നത് അവരുടെ മനോഹരമായിട്ടുള്ള ഹെറിറ്റേജുകൾ ഈ ഒരു ജനറേഷനോട് കൂടി ഒരുപക്ഷെ അവസാനിച്ചേക്കാം. പണ്ട് പരിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കുവാനായിട്ട് ക്യൂ നിന്നിരുന്ന പള്ളികളൊക്കെ ഇന്നും മ്യൂസിയമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ജനറേഷൻ പള്ളിയിലേക്കുള്ള ഒരു വരവ് കാണുന്നില്ല. എല്ലാവരും പള്ളി ഇന്ന് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടും പള്ളി ഒരു കൊമേഴ്ഷ്യൽ സെൻ്ററായിട്ടും ഉപയോഗിച്ച് വരികയാണ്. വെനീസ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു കാര്യം ഇത് തന്നെയാണ്. ഇനി ഈ യൂറോപ്യൻ നാടുകൾക്ക് ഒരു മോചനം ഉണ്ടാകുമോ അറിയില്ല. ഉണ്ടാകുമായിരിക്കാം. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുകളിലുള്ള, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, കർണാടക പോലെയുള്ള സ്റ്റേറ്റിൽ നിന്നും ഈ യൂറോപ്യൻ നാടുകളിലേക്ക് വരുവാനുള്ള പെർമിഷൻ കിട്ടുകയാണെങ്കിൽ, ഒരു പെർമനൻറ്റ് വിസയൊക്കെ കിട്ടുകയാണെങ്കിൽ, ഒരുപക്ഷെ ഈ പള്ളിയിലൊക്കെ ആളുകളുടെ ഒരു കൂമ്പാരം നമുക്ക് കാണുവാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ ആളുകളും ഈ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലേസി മൈൻഡ് സൃഷ്ടിക്കുമോ എന്നും എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളീ കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള കനാലുണ്ടല്ലോ, ഒത്തിരി സിനിമകളിൽ നിങ്ങൾക്കിത് കാണുവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ജയില് കൊണ്ട് രാജാക്കന്മാർ അവരുടെ അടിമകളെ ഇട്ടിരുന്ന, തടവുകാരെ ഇട്ടിരുന്ന ജയിലാണ്. ഈ ജയിലിൽ നിന്ന് ആളുകളെ എടുത്തുകൊണ്ട് ഇവിടെ വെൽക്കം ടു വെനീസ്, അല്ലെങ്കിൽ വെനീസിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന 2 തൂണുകളുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് വധശിക്ഷകൾ നടത്തുകയാണ് ചെയ്തിരുന്നത്. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ മറ്റൊരു പാലം കാണുവാനായിട്ട് പറ്റും. ഈ പാലം
ഈ വലതുവശത്ത് കാണുന്ന ജയിലിൻ്റെ ഒരു ഭാഗമാണ്. ഈ ജയിലിലുള്ള ജയിൽവാസികളെ ഈ പാലത്തിലേക്ക് കയറ്റിയിട്ട് പറയും, നിങ്ങളുടെ വെന്നീസിനെ നിങ്ങൾ അവസാനമായിട്ട് കാണുകയാണ്, ഇനി നിങ്ങൾക്കൊരു ജീവിതമില്ല, ഇതോടുകൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയാണ്, അവസാനമായിട്ട് നിങ്ങൾ വെന്നീസിനെ കാണുക. ഇവിടെ ഒരാൾ ആ ഒരു പില്ലറിൻ്റെ കുറുകെ കടക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ അടിഭാഗം മണ്ണിൽ ചവിട്ടാതെ ആ പില്ലറിന് വലയം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന തൂണിൽ തൂക്കുമരമായിട്ട് തൂങ്ങി മരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് പറ്റും എന്നുള്ളതായിരുന്നു അവിടുത്തെ ചട്ടം. ഇത് വിശുദ്ധ മാർക്കിൻ്റെ പള്ളിയുടെ മണിമാളികയാണ്. ഇതാണ് വിശുദ്ധ മാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പള്ളി. വിശുദ്ധ മാർക്കോസിൻ്റെ ഡെഡ് ബോഡി, ശവശരീരം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. നമുക്കിപ്പോൾ അവിടെ കയറുവാനായിട്ട് പറ്റുകയില്ല. ഇതെല്ലാം റെനോവേഷൻ്റെ ഭാഗമായിട്ടും മറ്റ് കൊമേഴ്ഷ്യൽ പർപ്പസിൻ്റെ ഭാഗമായിട്ടുമൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. ഈ വലിയ പള്ളിയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ മാത്രമാണ് ഇപ്പോൾ കുർബാനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് കുർബാനയുടെ ഭാഗമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 90% പള്ളിയുടെ ഉൾഭാഗങ്ങൾ ഒന്നെങ്കിലും മ്യൂസിയവും മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണ്. വെസ്റ്റേൺ നാടുകളിലെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ മനോഹരമായിട്ടുള്ള പള്ളികളുടെയും ചുറ്റിനുമായിട്ട് ഒരു സ്ക്വയർ ഉണ്ടാകും. ആ സ്ക്വയറിലായിരിക്കും ആളുകൾ കൂടുക. ഈ ഒരു സെൻറ്റ് മാർക്കിൻ്റെ മനോഹരമായിട്ടുള്ള പള്ളിയുടെ മുന്നിലും ഒരു സ്ക്വയർ ഉണ്ട്. അതിൻ്റെ മുന്നിൽ മറ്റൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഒരു വലിയ മണിമാളിക നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പള്ളി വിശുദ്ധ മാർക്കിൻ്റെ പള്ളിയായിട്ട് അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. വിശുദ്ധ മാർക്കിൻ്റെ ബോഡി ഇപ്പോഴും ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള പള്ളി. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പള്ളിയുടെ ഓരോ പിക്ചറുകളും ചെറിയ ചെറിയ മാർബിൾ പീസസ് ഒട്ടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് നമ്മുടെ ലോകത്തിലുള്ള ഏത് പള്ളികളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും അത്തരത്തിലുള്ള മാർബിൾ പീസസ് വെച്ചിട്ട് ഈശോയുടെ രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പള്ളികൾ വളരെ റെയറാണ്. അതിലൊന്നാണ് നമ്മുടെ ഈ വിശുദ്ധ മാർക്കിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പള്ളി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു രൂപമുണ്ടല്ലോ, ഇതൊരു ക്ലോക്കാണ്. ഇത് സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ആ സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ച് ഇതിലടിക്കുന്ന ഷെയ്ഡ് അത് ഓരോ മണിക്കൂറുകളെയും ആശ്രയിച്ചാണ് അത് ഷെയ്ഡ് ഇതിൽ പ്ലേസ്ഡ് ആകുന്നത്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു നാച്ചുറൽ ക്ലോക്ക് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ രൂപങ്ങൾ, മാർബിളിൽ ഒട്ടിച്ചുണ്ടാക്കിയ രൂപങ്ങൾ. ഈ രൂപങ്ങൾ വളരെ ഭംഗിയാണ്, വളരെ നാച്ചുറലാണ്. മറ്റൊരു കാര്യമാണ് കൊണ്ടോള റൈഡിങ്. ഇത് ഒത്തിരി സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ബോളിവുഡ് മൂവിയിലൊക്കെ, അമിതാഭ് ബച്ചൻ്റെ പഴയ മൂവികളിലൊക്കെ ഇതൊക്കെ വളരെ ഫേമസ് ആണ്. ഈ കൊണ്ടോള റൈഡ് നമുക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു റൈഡാണിത്. ഇത് നാച്ചുറലായിട്ടുള്ള ഒരു തടാകമാണ്. ഇതിനെ ഒരു വിശുദ്ധൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു തടാകമാണ്. എനിക്ക് തോന്നുന്നു ഒരു സെയിൻറ്റ് സഖറായാണോ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിശുദ്ധൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു പേരിൻ്റെ ഒരു റെലവൻസ് കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു തടാകമാണത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നാച്ചുറലായിട്ട് കാണപ്പെടുന്ന തടാകങ്ങൾ വളരെ മനോഹരമായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് കടലുമായിട്ട് കണക്ഷനുണ്ട്. അത് ഏകദേശം ഒരു 2 മീറ്ററോളം താഴെ ആണ് ഇതിൻ്റെ ഒരു ഡെപ്ത് വരുന്നത്. പക്ഷേ 2020 ഇതൊരു ഫ്ലഡഡായി. അതിൻ്റെ ഈ വാട്ടർ മാർക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഈ ഏകദേശം ഒരു പൂപ്പിൽ വന്നിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു റേഞ്ചിലോട്ട് വെള്ളം കയറി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ മേലിലോട്ടും വരാറുണ്ട് എന്ന് പറയാറുണ്ട്. അത് റെയർ കേസസിലാണ്, പ്രത്യേകിച്ച് ഫുൾ മൂൺ ഉള്ള സമയത്തൊക്കെ അങ്ങനെ വരാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതിൽ ഈ ഒരു കൊണ്ടോള റൈഡ് ഇത് നമ്മൾക്ക്
കൂടുതലായിട്ട് ഒരു ഇന്ത്യൻ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഷിക്കാര റൈഡുണ്ട്, അത് ജമ്മു ആൻഡ് കാശ്മീരിൽ. ഇനി കേരളത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഹൗസ് ബോട്ടുണ്ട്, പ്രത്യേകിച്ച് ആലപ്പുഴ കുട്ടനാട് സൈഡിലൊക്കെ. അതുപോലെ ഓരോ കൾച്ചറിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. യൂറോപ്പിൽ വളരെ പ്രത്യേകിച്ച് ഇറ്റലിയാണ് ഒരു യൂറോപ്പിൻ്റെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം അതിൻ്റേതായിട്ടുള്ള കുറേ നാച്ചുറൽ ബ്യൂട്ടികളുണ്ട്, അത് വളരെ മാക്സിമൈസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു വലിയൊരു ഇൻകത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഈ കൊണ്ടോള ഇത് റൈഡ് ചെയ്യുന്നത് ആളെ പറഞ്ഞ കൊണ്ടോളർ എന്നാണ്. അദ്ദേഹം ഒരു സ്പെഷ്യൽ ട്രെയിൻഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള യൂണിഫോം ഉണ്ട്. ഈ ഒരു ചെറിയ തോടാണെങ്കിൽ തന്നെയും അതിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റൂട്ടുകളുണ്ട്. ആ റൂട്ടുകൾ അടിസ്ഥാനമായിട്ടായിരിക്കും അവർ പോകുന്നത്. പിന്നെ ഈ കൊണ്ടോളർ സാധാരണ അവർ ഒരു റൈഡിനൊക്കെ പോകുമ്പോൾ ഇത്തിരി ഒരു പോക്കറ്റ് മണിയൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ പാടും, ഇറ്റാലിയൻ പാട്ടുകളൊക്കെ പാടും, നമ്മൾ കുറേ എൻ്റർടൈൻ ചെയ്യും. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള രീതിയാണ്. പിന്നെ ഇതിൽ കണ്ടിരിക്കുന്നത് ഈ കൊണ്ടോളയുടെ ഒരു സൈഡ് ഇത്തിരി ചരിഞ്ഞേ ഇരിക്കുകയുള്ളൂ, മറ്റൊരു സൈഡിൽ ഒരു ചെറിയൊരു പെഡലുണ്ട്, അതുകൊണ്ട് അവരത് ഹാൻഡിൽ ചെയ്യുകയാണ്. പിന്നെ അവരെ കയ്യിലിരിക്കുന്ന ഒരു പങ്കായം വളരെ നീണ്ട രീതിയിലാണ്, അത് 2 രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് അതൊരു പങ്കായമായിട്ടും മറ്റൊന്നൊരു കഴുക്കോലെന്നൊക്കെ പറയാം, അതായത് കുത്തി ഇതിനെ ഒന്ന് പുഷ് ചെയ്യുന്ന രീതിയിലൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഒരു കൊണ്ടോള അപ്പുറത്തെ വശത്ത് വരുമ്പോൾ ഇത് രണ്ടും കൂടി ഇടിക്കോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ വളരെ എക്സ്പേർട്ടാണ്. ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടി അവർക്ക് ഒരു വഞ്ചി മറ്റൊരു വഞ്ചീനെ സ്പർശിക്കാത്ത രീതിയിലൊക്കെ പോകാനുള്ളൊരു നാക്കുണ്ട്. പിന്നെ ഇങ്ങനെ ചില കൊണ്ടോളക്കാർ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ ഒരു ജിംനാസ്റ്റിക് ആയിട്ടുള്ള കുറേ പേരുണ്ട്. ഈ കൊണ്ടോള ഇങ്ങനെ പോകുമ്പോൾ അവർ ജമ്പ് ചെയ്തിട്ട് മുകളിലുള്ള പാലത്തിൽ കയറും. പിന്നെ കൊണ്ടോള അപ്പുറത്തോട്ട് കടന്നുകൊണ്ട് പോകുമ്പോൾ ഇവർ ആ പാലത്തിന് മുകളിൽ നിന്ന് അതിലോട്ട് ചാടി കറക്റ്റായിട്ട് ആ പൊസിഷനിൽ നിൽക്കുന്നതൊക്കെ ചില യൂട്യൂബിലൊക്കെ നമുക്കത് കാണാനായിട്ട് പറ്റും. എന്നിരുന്നാൽ തന്നെയും ഇതൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കൊണ്ടോളയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഇരുവശത്തും കാണുന്ന ഓരോ ബിൽഡിങ്സിന് അതിൻ്റേതായിട്ടുള്ള കുറേ ചരിത്ര പാരമ്പര്യങ്ങളുണ്ട്. അതായത് ഓരോ ബിൽഡിങ്ങുകളും ഓരോ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളൊക്കെ ആയിരുന്നു, അഥവാ ഓരോ അവരുടെ വിൻ്റർ സമ്മർ ഹൗസുകളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ വെനീസ് അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, അതൊരു ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. ഒത്തിരി പേര്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ലോക്കൽ ഗൈഡായിരുന്ന ഫ്രഞ്ചിസ്കോയൊക്കെ അവിടെ ജനിച്ചു വളർന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ എല്ലാ നൂക്ക് ആൻഡ് കോർണറും ഇതിൻ്റെ എല്ലാ പൾസും ഇവർക്കറിയാം. പിന്നെ വെനീസിൻ്റെ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഞങ്ങൾക്ക് ഇത്തിരി നഷ്ടപ്പെട്ടു പോയി കാണാനായിട്ട് പറ്റിയില്ലായിരുന്നു, അത് ഗ്ലാസ് ഫാക്ടറിയാണ്. അതായത് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കുടിക്കുന്ന ഗ്ലാസ്സുകളല്ല, നമ്മുടെ വലിയ വലിയ കൊട്ടാരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന, അതായത് കൊട്ടാരങ്ങൾ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറേ ഗ്ലാസ് നിർമ്മിതമായിട്ടുള്ള വസ്തുക്കളുണ്ട്. അതൊക്കെ നാച്ചുറലായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് വരുന്ന കുറേ ഫാക്ടറികളുണ്ട്. അതും യൂട്യൂബിൽ നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ ഈ ഫേർണസിൽ നിന്നും പഴുത്ത ഗ്ലാസ്സുകളൊക്കെ എടുത്തിട്ട് വലിയ ഒരു ഇരുമ്പിൻ്റെ ഒരു ചട്ടുകം പോലത്തെ അതിലൊക്കെ എടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് മേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫേമസ് ഗ്ലാസ് ഫാക്ടറി കൂടിയാണ്. ഇതാണ് കൊണ്ടോള ആ ഒരു റൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഈ ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെയാണ് നമ്മളങ്ങോട്ട് യാത്ര ചെയ്ത് കടന്നു പോകുന്നത്. നമ്മുടെ ഏകദേശം ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെ സാമ്യപ്പെടുത്തുന്ന കുറേ ചരിത്രങ്ങൾ ഈ ഒരു ദ്വീപിന് പണ്ടുണ്ടായിരുന്നു. ഈ ഒരു ദ്വീപിൽ പണ്ട് രാജാക്കന്മാർ അവരുടേതായിട്ടുള്ള ചില അടിമകളെ കൊണ്ടുവരുന്നു, അവരെ കൊണ്ട് പണി കഴിപ്പിച്ച ദ്വീപുകളായിരുന്നു. അവരെ അവരുടെ ജയിലിൽ കൊണ്ടുപോയി ഇടുന്നു, അവരെ പബ്ലിക്കായിട്ട് തൂക്കിക്കൊല്ലുന്നു. അങ്ങനെ തൂക്കിക്കൊടുന്ന 2 സ്തൂപങ്ങൾ ഞാൻ കാണിച്ചു തന്നിരുന്നു. അങ്ങനെ മൃഗീയമായിട്ടുള്ള കുറേ ചരിത്രങ്ങളും ഇതിനൊക്കെയുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ രാജാക്കന്മാരുടെ ആ ഒരു സന്തോഷം അവർ കണ്ടെത്തിയിരുന്നത് മനുഷ്യരെ വധിക്കുന്നതിലും പിന്നെ അവരെ കൊണ്ട് മൃഗീയമായിട്ട് പണിയെടുപ്പിക്കുന്നതിലുമൊക്കെ ആയിരുന്നു.
അതിനൊക്കെ പണ്ടൊരു നാളിൽ ചരിത്രത്തിൽ ഏടുപിടിച്ച സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും കടന്നു പോകുന്നതുമൊക്കെ. വെനീസിൻ്റെ ഒരു മുഖമെന്ന് പറയുന്നത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പലയിടങ്ങളിലും വായിച്ചുള്ളൊരു അറിവാണ്. ഇത് ആക്ച്വലി സീ ലെവലിൻ്റെ താഴേയിലേക്ക് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡ് കൂടിയാണ് വെനീസ് ഐലൻഡ്. ആക്ച്വലി ഓരോ വർഷവും ഇത് ഇത്ര മില്ലി സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ ഇരുന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഐലൻഡ്. ചിലർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ഇതൊരു മാൻമെയ്ഡ് ഐലൻഡാണ് എന്നുള്ളത്. ചിലർ പറയുന്നു ഇതൊരു നാച്ചുറൽ ഐലൻഡാണ് എന്നുള്ളത്. നമുക്കിതിൻ്റെ സത്യാവസ്ഥ അവിടെ വന്നാൽ തന്നെയും നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. കാരണം കുറേ മനുഷ്യനിർമ്മിതമെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഈ ഒരു ദ്വീപിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്താൽ കാണാൻ പറ്റും. ഒരു നാച്ചുറാലിറ്റി ചിലയിടങ്ങളിൽ നമുക്കത് ഫീൽ ചെയ്യാറില്ല. അത് എനിക്ക് എൻ്റെ ഒബ്സർവേഷനിൽ മനസ്സിലായ ഒരു കാര്യമാണ്. ഒട്ടുമുക്കാലും ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദ്വീപ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ഇറ്റലിയുടെ പ്രത്യേകിച്ച് വെനീസിൻ്റെയൊക്കെ ഒരു ബിൽഡിങ്ങുകൾ അത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സെൻട്രൽ പോയിൻ്റാണ്. വളരെ അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ജനറേഷൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് എനിക്ക് തോന്നുന്നില്ല. വലിയൊരു മെയിൻ്റനൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല. അഥവാ എന്തെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോട്ടലി ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓരോ റിലീജിയസ് ആയിട്ടുള്ള പള്ളികളായാൽ തന്നെയും അത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബിസിനസ് മനസ്സോടുകൂടി ഇൻറ്റൻഷനോടുകൂടി മാത്രം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റലിയുടെ സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ പറയുന്നതൊക്കെ കടന്നുപോയി. ഇപ്പോഴുള്ള ജനറേഷൻ ആ സുവർണ്ണ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളെ എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. ഇതിൽ ഒന്നും ആഡിങ് അപ്പ് ചെയ്യുന്നില്ല. ഇറ്റാലിയൻസ് ബേസിക്കലി വളരെ നല്ല കലാകാരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ പോയാലും ആ കലകൾ നമുക്ക് മനോഹരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ചെറിയ ചെറിയ വീടുകളിലായാലും ഓരോ ഹോട്ടലുകളായാലും റെസ്റ്റോറൻറ്റുകളായാലും വഴിവെക്കുകളായാലും വളരെ മനോഹരമായിട്ടുള്ള മൊണമെൻറ്റ്സ്, അത് വളരെ പെർഫെക്ഷനോടുകൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ മൊണമെൻറ്റ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്തൂപങ്ങൾ, സ്റ്റാച്യൂസ്, ഓരോ അവരുടെ പ്രത്യേകിച്ച് പൂർവികരായിട്ടുള്ള ഇറ്റാലിയൻസിൻ്റെ ടച്ചിലും ഓരോ കലയും പിറക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്ര മനോഹരമായിട്ടാണ് അവർ ആ കലയെ സ്നേഹിച്ചിരുന്നതും അതനുസരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരുന്നതും. അതിൻ്റെ ഒരു അൺഫോർച്ചുനേറ്റ്ലി അവശേഷിപ്പുകൾ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്ന ഓരോ കെട്ടിടങ്ങളുമൊക്കെ. പിന്നെ അവരുടെ മെയിൻ്റനൻസ് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. ബിസിനസ് ടിപ്പിക്കലി ഒരു ബിസിനസ് ഇൻറ്റൻഷനോടുകൂടി മാത്രമുള്ള ഒരു മെയിൻ്റനൻസാണ്. നമുക്കിതിൻ്റെയൊക്കെ ഇരുഭാഗങ്ങൾ കാണാൻ പറ്റും. ഏകദേശം ബിൽഡിങ്ങുകളൊക്കെ ദ്രവിച്ചു തുടങ്ങി. അധികം നാളെ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഉണ്ടാകുമെന്നുള്ളത്. കാരണം അതിന് ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ ഒരു സിമൻറ്റ് തേച്ച് അത് ഭംഗിയാക്കുവാനുള്ളൊരു മനസ്ഥിതി ഇപ്പോഴുള്ള ജനറേഷനില്ല. അതുകൊണ്ട് തന്നെ ഇനി എത്ര നാൾ ഇതിൻ്റെ മനോഹാരിതകളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതും നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കൺട്രോളർ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കൺട്രോളർ റൈഡ് ചെയ്ത കൺട്രോളറാണ് ഇത് നിൽക്കുന്നത്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇറ്റാലിയൻ പാട്ടൊക്കെ പാടി തന്നു. ഞങ്ങളങ്ങനെ കൺട്രോളർ റൈഡൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വെനീസിൽ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്തത് പാദുവായിലാണ്. അപ്പോൾ പാദുവായിലുള്ള നെക്സ്റ്റ് ഡേ അത് ഞാനിന്ന് ഒരു കുർബാനയായിട്ട് വിട്ടിരുന്നു. ആ ഒരു മനോഹരമായിട്ടുള്ള പാദുവ എക്സ്പീരിയൻസും കാര്യങ്ങളുമൊക്കെ. അതിമനോഹരമായിട്ടുള്ള പാദുവ എക്സ്പീരിയൻസിലേക്ക് നമുക്കിനി പോകാം. പാദുവ എക്സ്പീരിയൻസിൻ്റെ ഒരു കുർബാന ഭാഗം ഞാൻ അവിടെ ഇട്ടിരുന്നു. അത് ഞങ്ങൾ വെനീസിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒത്തിരി ഓർമ്മകളുമായിട്ടാണ് പോകുന്നത്. ആ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ താങ്ങി നിൽക്കുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളികളും ആ പള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥകളും അതിനെ വേദനിപ്പിക്കുന്ന കുറേ മനസ്സിൻ്റെ കുറേ ദുഃഖങ്ങളുമൊക്കെയാണ്. ഈയൊക്കെ പള്ളിയൊക്കെ പണ്ട് പൂർവികരൊക്കെ പണിതപ്പോൾ എത്രമാത്രം ആളുകളായിരിക്കും ഈ പള്ളിയിൽ പോയിരുന്നത്, എത്രമാത്രം ആളുകൾ ക്യൂ നിന്ന്, എത്രമാത്രം വലിയ വലിയ വൈദികരും വിശുദ്ധന്മാരും
പാപ്പമാരുമൊക്കെ വിസിറ്റ് ചെയ്ത അല്ലെങ്കിൽ ജീവിച്ച പള്ളികളൊക്കെയാണ് ഇന്ന് ആരുടെയൊക്കെയായി മാറുന്നത്, അല്ലെങ്കിൽ ഒന്നുമല്ലാതെയൊക്കെ ആയിട്ട് മാറുന്നത്. ഇതൊക്കെ ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ എന്നെയും നിങ്ങളെപ്പോലെ തന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ദ്വീപുകളൊക്കെ കാണുമ്പോൾ എനിക്ക് വരുന്നൊരു ചിന്ത, നമ്മുടെയൊക്കെ ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് കേരളം. ഈ കേരളത്തിലൊക്കെ എത്രയോ ടൂറിസം നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ യാത്രയ്ക്ക് ശേഷം സഫാരി ടി വിയിലൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നതൊക്കെ ഒത്തിരി റെലവൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്രമാത്രം ടൂറിസ്റ്റ് പോസിബിലിറ്റി ഉള്ള സ്ഥലമാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളം. എങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മളതൊന്നും അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. നമുക്ക് കുറേ പൊളിറ്റിക്സും കുറേ കുട്ടികളുടെ കഞ്ചാവ് അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ പ്രൊമോഷൻസും ഒക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കുട്ടികളെയൊക്കെ മോശമാക്കുന്ന രീതിയിലുള്ള കുറേ പ്രൊമോഷൻസ്. പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ ഇത്രമാത്രം മനോഹരമാക്കിയെടുക്കുവാനുള്ള പോസിബിലിറ്റീസ് ഉള്ള ഫെർട്ടൈൽ സോയിൽസാണ്. ഇന്നിതാ നമുക്കൊക്കെ ഇത് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആയിട്ടൊക്കെ നിൽക്കുന്നു നമ്മുടെ ഡെവലപ്മെൻറ്റ്സിനും ഒക്കെ. ഇവിടെയൊക്കെ വലിയ വലിയ കപ്പലിലൊക്കെ അനേകായിരം ആളുകൾ ഓരോ മാസങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലമാണ്. ഇവർ കാലത്ത് തന്നെ ആ കപ്പലിലേക്ക് വരുന്നു, അതിനുശേഷം അവിടെ കപ്പലൊക്കെ ഇട്ടിട്ട് ഈ വെനീസിനെ തേടി യാത്രയാണ്.